ഇനി എന്ത് എന്നറിയാൻ. അതിൽ നിന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കൂ, മനുഷ്യൻ്റെ ബേസിക് നേച്ചറാണ് അറിയാനുള്ള ആഗ്രഹം. സത്യത്തിൽ ഒരു ഇഫക്റ്റീവ് ലേണിംഗ് നടക്കണമെങ്കിൽ എന്തൊക്കെ ക്ലാസ്സിൽ സംഭവിക്കണം? കാരണം വിദ്യാർത്ഥികളുടെ അറ്റൻഷൻ സ്പാൻ ഇങ്ങനെ കുറഞ്ഞു വരുന്നു, അറ്റൻറ്റീവ് ആയിരിക്കാനുള്ള സമയം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. യെസ്, അതായത് എൻഡ് ഓഫ് ദ ഡേ കൗണ്ട് ചെയ്യുമ്പം എന്താ അവർക്ക് കുട്ടിക്ക് എന്ത് കിട്ടി, എന്ത് എഫക്റ്റീവ് ലേണിംഗ് നടന്നു. ശരി, ഈ അറ്റൻഷൻ സ്പാൻ എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ സ്പാൻ ഓഫ് അറ്റൻഷൻ എപ്പോഴും ക്യൂരിയോസിറ്റി ആയിട്ടാണ് ബേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിലേ നമ്മൾ അറ്റൻറ്റീവ് ആവുള്ളൂ. ഉദാഹരണം, നമ്മളൊരു കഥ കുട്ടികളോട് പറയുകയാണെങ്കിൽ അവർ ത്രൂ ഔട്ട് അറ്റൻറ്റീവ് ആയിരിക്കും. അതായത് ക്യൂരിയോസിറ്റി ഉണ്ട്, അടുത്തത് എന്താണ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്ന ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ്, അത് കുട്ടിയെന്നല്ല ആർക്കാണെങ്കിലും ആ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇനി എന്ത് എന്നറിയാൻ. അതിൽ നിന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കൂ, മനുഷ്യൻ്റെ ബേസിക് നേച്ചറാണ് അറിയാനുള്ള ആഗ്രഹം. ദാറ്റ് ഈസ് ദ ബേസിക് നേച്ചർ ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്, അറിയാനുള്ള ആഗ്രഹം. ഈ അറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ട് എന്നത് തന്നെ എന്താണ്, വി ആർ റെഡി ടു ലേൺ. നമ്മൾ പഠിക്കാൻ റെഡിയാണ്. അതായത് പഠിക്കാനുള്ള റെഡിനെസ് നമുക്ക് ഉണ്ടാക്കി തരണ്ട, അത് നമുക്കുണ്ട്. അറിയാനുള്ള ആഗ്രഹം അങ്ങോട്ട് ഉണ്ടാക്കി തന്നാൽ മതി. അതാരുണ്ടാക്കണം? ഫെസിലിറ്റേറ്റർ. ആക്ച്വലി അവർ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട എന്താണ്? അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹം ഉണ്ടായാൽ എന്താ കുട്ടി എന്ത് ചെയ്യുന്നത്? അറിയാൻ വേണ്ടി ശ്രമിച്ചോളും. അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്പാൻ ഓഫ് അറ്റൻഷൻ പ്രത്യേകിച്ച് വരണോ? വേണ്ട, സ്പാൻ ഓഫ് അറ്റൻഷൻ അവിടെ ഉണ്ട്. അപ്പൊ സ്പാൻ ഓഫ് അറ്റൻഷൻ പോകാനുള്ള കാരണമോ ഇതിൽ തന്നെ ഇല്ലേ? അറിയാനുള്ള ആഗ്രഹം കുറയുന്നു. എന്തുകൊണ്ട് കുറയുന്നു? ഫെസിലിറ്റേറ്റർക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നില്ല? ക്യൂരിയോസിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് അവൻ ആ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അത് ആരുടെ ഫെയിലാണ്? കുട്ടിയുടെ ഫെയിലാണോ ഫെസിലിറ്റേറ്ററിന്റെ ഫെയിലാണോ? ഫെസിലിറ്റേറ്ററിന്റെ ഫെയിലാണ്. പക്ഷെ അങ്ങനെ നമുക്ക് ഫെസിലിറ്റേറ്ററിനെ അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ? പറ്റില്ല. സത്യം ഇതാണ്. പക്ഷേ ഇതിനെ സ്വാധീനിക്കുന്ന അനവധി ഘടകങ്ങളുണ്ട്. അതായത് ഒരു കുട്ടിയുടെ മൂഡ്, ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ, ക്ലൈമറ്റ് കണ്ടീഷൻ, ദെൻ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻ. രണ്ടാമത്തെ പ്രശ്നം അവൻ്റെ പിയർ ഗ്രൂപ്പുമായിട്ട് കുട്ടിക്കുള്ള റിലേഷനും അന്നത്തെ ആ ദിവസത്തെ ക്ലാസിൻ്റെ ആക്ടിവിറ്റി മൂഡും. ഇതൊക്കെ തന്നെ എന്തിനെ ബാധിക്കും? സ്പാൻ ഓഫ് അറ്റൻഷനെ ബാധിക്കും. കാരണം വെച്ചാൽ കുട്ടി വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ അവൻ ഒരിക്കലും ഈ ക്ലാസ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ മൈൻഡ് എവിടെയാണ്? വേറെ എന്തിലോ ആണ്. റൈറ്റ്? ഇത് എപ്പോഴും സ്വാഭാവികമാണ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലെവൽ ഇക്വലൈസേഷൻ പോലെ തന്നെ ഇവിടെ ഒരു തോട്ട് ഇക്വലൈസേഷൻ പ്രോഗ്രാം ചെയ്യണം. എന്താണ് തോട്ട് ഇക്വലൈസേഷൻ? ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളുടെ എല്ലാവരുടെയും തോട്ട്, ചിന്ത ഒരേ സ്ഥലത്ത് കൊണ്ടുവരണം. കാരണം സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് ചിന്തയാണ്, ചിന്തയുടെ ഭാഗമാണ്. റൈറ്റ്? അങ്ങോട്ട് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? അവിടെയാണ് നമുക്ക് കുറച്ച് പഴയ ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടി വരും. അതായത് അത് ഭാരതീയമായ പഴയ ശാസ്ത്രങ്ങളുണ്ട്. അതിൽ പറയുന്നുണ്ട് ചലേ വാദം ചലേ ചിത്തം നിശ്ചലം നിശ്ചലം ഭവേത്. എപ്പോഴാണോ നമ്മുടെ ശ്വാസം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ശ്വാസോച്ഛ്വാസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ശ്വാസോച്ഛ്വാസം നടക്കുമ്പോഴാണ് തോട്ട്സും അതനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ ശ്വാസ ഉച്ഛ്വാസങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുക, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തോട്ട്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഒരു ബ്രീത്തിങ് നമുക്ക് ടെൻസ്ഡ് ആയിട്ടൊരു കണ്ടീഷനിൽ നമ്മുടെ ബ്രീത്തിന്റെ സ്പീഡ് വളരെ കൂടുതലാണ്. നമ്മൾ വളരെ കാമായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലോങ് ബ്രീത്ത് വരുന്നത്. അതായത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറഞ്ഞ മോഡൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും ആക്ടിവേറ്റ് ആവുന്നത്. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന മോഡൽ ഇരിക്കും നമ്മൾ. അതൊരിക്കലും അറ്റൻഷൻ അല്ല. അത് നമുക്ക് അറ്റൻഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, സ്പാൻ ഓഫ് അറ്റൻഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഈ കുട്ടികളുടെ തോട്ട് ഇക്വലൈസേഷൻ നടത്താം? അതിന് ഏറ്റവും നല്ല വഴി അവർക്ക് ഒരു ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രോഡ്വേ ഇപ്പോൾ പുതിയതായിട്ട് ബ്രീത്ത് ഓഫ് എന്ന ഒരു സിസ്റ്റം, ഒരു ബ്രീത്തിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സിസ്റ്റം അല്ല, പല സിസ്റ്റംസ് ആണ്. അത് ക്ലാസിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുക്കും. ആ ബ്രീത്തിങ് പ്രാക്ടീസുകൾ കുട്ടികൾ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ മൂഡും അവരുടെ തോട്ടും ഇക്വലൈസ് ചെയ്യും. അവർ വളരെ കാം ആവും. ആ കാം കണ്ടീഷനിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെയധികം അറ്റൻറ്റീവ് ആവാൻ പറ്റും. അവിടെ ഇഫക്റ്റീവ് ലേണിംഗ് സംഭവിക്കും. ഇഫക്റ്റീവ് ലേണിംഗ് എപ്പോഴും ഒരു കാം ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. മെൻ്റലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ഒരിക്കലും ഇഫക്റ്റീവ് എന്നല്ല, ലേണിങ്ങേ സംഭവിക്കില്ല. അപ്പോൾ ഇവിടെ അവരെ എങ്ങനെ നമുക്ക് കാം ആക്കാം? അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു ബ്രീത്ത്. ആ ബ്രീത്തിനെ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്ന, ആ പ്രോഗ്രാമിൻ്റെ പേര് ബ്രീത്തോം എന്നാണ്.
പക്ഷെ ആ പ്രോഗ്രാം ബേസ് ചെയ്തിരിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഫോർ മെയിൻറ്റൈനിങ് ബ്യൂട്ടി, ഇന്റലക്ട് ആൻഡ് യൂത്ത്ഫുൾനെസ് ത്രൂ ഒപ്റ്റിമൈസിങ് ആക്ടിവിറ്റീസ് ഓഫ് ന്യൂറോബയോളജിക്കൽ പ്രോഗ്രാമിംഗ്. ഇതൊരു ന്യൂറോബയോളജിക്കൽ പ്രോഗ്രാമിംഗ് ആണ്, ഒരു ന്യൂറോബയോളജിക്കൽ ഒപ്റ്റിമൈസേഷൻ ആണ്. എന്തിന്? ബ്യൂട്ടിയെയും ഇന്റലക്റ്റിനെയും യൂത്ത്ഫുൾനെസ്സിനെയും. ഇതിൽ ഇന്റലക്ട് എന്ന് പറയുന്ന ഒരു മെയിൻ പാർട്ടാണ്. ഇന്റലക്റ്റ് ആണ് സ്പാൻ ഓഫ് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്റലക്റ്റും സ്പാൻ ഓഫ് അറ്റൻഷനും തമ്മിൽ വലിയ ഒരു ഇന്റർ കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ഇഫക്റ്റീവ് ലേണിംഗ് സംഭവിക്കണമെങ്കിൽ ഇന്റലക്റ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ സിസ്റ്റം ഒരു സാമ്പിയോൺ എന്ന് പറയും, അതായത് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആയതുകൊണ്ട് അതിൻ്റെ നമ്മുടെ ആ പ്രോഗ്രാമിൻ്റെ പേര് ബ്രീത്തോം എന്നാണ്. ഇപ്പോൾ ബ്രീത്തോം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ബ്രീത്തോം ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അവർ വരുന്ന ക്ലാസ്സുകളിൽ കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കും. അത് മൂഡ് അനുസരിച്ചും ക്ലാസ്സിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചും ഈ പ്രാക്ടീസ് മാറിക്കൊണ്ടിരിക്കും. ഒരു പ്രാക്ടീസ് ഇല്ല. ഇത് വളരെ ഇഫക്റ്റീവാണ്, കുട്ടികൾക്ക് വളരെ രസകരമായിട്ട് ചെയ്യാം, അപ്പം തന്നെ അതിൻ്റെ ഇഫക്റ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് ക്ലാസ് റൂം കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇനിയും നമ്മുടെ ബ്രോഡ്വേയുടെ മീൻസ് നമ്മൾ ഓൺലൈനാണ് എന്നാൽ പോലും ഓരോ വീടുകളിലും നമ്മുടെ ക്ലാസ് എത്തുന്നുണ്ട്. ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ഒരിക്കലും അവരുടെ തോട്ട്സ് ഡൈവേർട്ട് ചെയ്യില്ല. അവർ കൃത്യമായി ഫോക്കസ്ഡ് ആയിരിക്കും. ലേണിംഗ് ഇഫക്റ്റീവായി തന്നെ സംഭവിക്കും. ഇത് മാത്രം അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മതി.